ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചലഞ്ചിങ് വർക്കൗട്ട് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ എൻഡുറൻസ്, നിങ്ങളുടെ സ്റ്റാമിന, നിങ്ങളുടെ കൈകളുടെയൊക്കെ പവർ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. എത്രത്തോളം നമുക്കതുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റിയ ഒരു വർക്കൗട്ട്. ഓക്കെ, ഒരു വർക്കൗട്ട് ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചലഞ്ച് തീർച്ചയായിട്ടും വീട്ടിലൊന്ന് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. നമ്മളിതിനകത്ത് 10 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്ത് തീർക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പുഷപ്സ് 10 റെപ്സ് വെച്ച് ചെയ്യണം. അത് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാർഗറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ പ്രോപ്പർ ഫോമിൽ തന്നെയാണ് ചെയ്യേണ്ടത്, ഒരിക്കലും തെറ്റായിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 10 വെറൈറ്റി 10 ടൈപ്സ് ഓഫ് പുഷപ്സ് 10 മിനിറ്റ് കൊണ്ട് 10 എണ്ണം വെച്ച് 100 എണ്ണം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് 10 മിനിറ്റിന് മുമ്പ് ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം കപ്പാസിറ്റിയും സ്റ്റാമിനയും ഹാൻഡ് പവറും ഉണ്ട് എന്ന് അർത്ഥം. ഓക്കെ, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേതെങ്കിലും ഒരു പുഷപ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ എണ്ണം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്രത്തോളം പവറില്ല, നിങ്ങൾക്ക് ഹാൻഡ് പവറില്ല, എൻഡുറൻസ് ഒക്കെ വളരെ കുറവാണെന്ന് അർത്ഥം. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ ഇതൊന്ന് മാർക്കിട്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ ഒന്ന് ഫോളോ ചെയ്യുക മീൻസ് നിങ്ങൾ ഒരു ദിവസം ഒന്ന് ഏറ്റെടുത്ത് ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതെല്ലാവരും ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം പറയൂ. ഓക്കെ, ഞാൻ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ദീർഘിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിങ് വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് പുഷപ്സ് ചെയ്യാൻ പോകുന്നു. പുഷപ്പിൻ്റെ വേരിയേഷൻ നോർമൽ പുഷപ്സ് ആണ്. ഞാൻ തന്നെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 and 10. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തായിട്ട് വൈഡർ പുഷപ്സിലോട്ട് പോവുകയാണ്. ഓക്കെ, വൈഡർ പുഷപ്സ്. കമാൺ. 1 2 3 4 5 6 കമാൺ 7 8 9 and 10. ഓക്കെ, അപ്പം 2 പുഷപ്സിൻ്റെ വേരിയേഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. അടുത്തായിട്ട് മൂന്നാമത്തെ പിരമിഡ് പുഷപ്പ്. ഓക്കെ, പൊസിഷൻ ആൻഡ് കൺട്രോൾ. 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ ഈ പുഷപ്സ് ചലഞ്ച് ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യണം. പകുതി അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കത്തില്ല. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് അത് വെല്ലുവിളിയായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റൂ. അടുത്തായിട്ട് റിവേഴ്സ് പുഷപ്പ്. റിവേഴ്സിൽ കൈ പിടിക്കുന്നു. എന്നിട്ട് നാലാമത്തെ വർക്കൗട്ട് 1 2 3 and 4 and 5 come on 6 7 come on 8 9 and last one 10. അങ്ങനെ 4 എണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്ത് തീർത്താൽ മതി. ഞാൻ പക്ഷേ അല്പം കൂടെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് 5ാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. 5ാമത്തെ വർക്കൗട്ട് 5ാമത്തെ പുഷപ്സ്. കമാൺ. സ്പൈഡർമാൻ പുഷപ്പ്. 1 2 3 4 5 6 7 8 9 and last one 10. അങ്ങനെ 5 എണ്ണം കംപ്ലീറ്റ്. 5 എണ്ണം ഞാൻ സക്സസ് ആയിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 6ാമത്തേലോട്ട് പോകുന്നു. അടുത്ത് ഞാൻ വിജയിക്കണം. ഇതുവഴി നമ്മുടെ സ്റ്റാമിന, ഹാൻഡ് പവറെല്ലാം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ പവർ. 1 ക്ലാപ്പിംഗ് പുഷപ്പ്. 2 3 4 5
6 7 8 നോ. പരാജയപ്പെട്ടിരിക്കുന്നു. ഈ വർക്കൗട്ട് ഞാൻ പരാജയമാണ്. 8 മാത്രം. 8 ശരിക്കും പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, വീണുപോയി. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത വർക്കൗട്ട്, കമാൺ. മൈക്ക് ടൈസൺ പുഷപ്സ്. 1 2 3 4 and 5. Come on. 6 7 8 9. One more. Last one. Yes. ആദ്യം ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒരെണ്ണത്തിൽ പരാജയപ്പെട്ടു, പക്ഷേ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം 7 കഴിഞ്ഞിരിക്കുന്നു. അടുത്ത നമ്മൾ 8 പോവുകയാണ്. യെസ്, 8 വർക്കൗട്ട്. ഇനിയുള്ള 3 കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, ഹിറ്റ് ദ പുഷപ്സ്. 1 2 come on 3 tough 4 5 6 7 8 9. ലാസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്യണം. 10. ഓക്കെ, അങ്ങനെ ഹിന്ദു പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എൻ്റെ 8 വർക്കൗട്ടായിരിക്കുകയാണ്. 8 പുഷപ്സിൻ്റെ വേരിയേഷൻസ്. അപ്പോൾ അടുത്തായിട്ട് 9 പോവാം. 9 നെക്ക് പുഷപ്സാണ്. ഇതല്ല, കൈയുടെ നെക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്ക് ഇങ്ങനെ വെച്ചു. ഹാൻഡ് പുഷപ്സ്. 1 2 3 4 കഴിഞ്ഞു. 5 കമാൺ 6 കമാൺ 7 8. ഇല്ല, അതും പരാജയം. പക്ഷേ 8 ചെയ്യാൻ പറ്റി. 8 ചെയ്തുള്ളൂ, 2 എന്നിട്ടും പറ്റിയില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നിരാശനാണ്. ഓക്കെ, ലാസ്റ്റ് പുഷപ്പ്, ആർച്ചർ പുഷപ്സ്. ഏറ്റവും ടഫായിട്ടുള്ള പുഷപ്സ്. ഇത് 8 ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ലാസ്റ്റാണ്. 1 കമാൺ 2 3 4 5 6 പറ്റുന്നില്ല. 7 ആൻഡ് കമാൺ 8. ഇല്ല, അതും പരാജയപ്പെട്ടു. പക്ഷേ 8 ചെയ്യാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, ഞാൻ 3 ഫെയിലായിരിക്കുകയാണ്. അപ്പം എനിക്ക് എത്രത്തോളം മാർക്ക് വേണമെന്ന് നിങ്ങൾ തന്നെ കണക്കൂട്ടി നോക്കൂ. അപ്പം എന്താ പറയുക. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ചാലഞ്ചിങ് പുഷപ്സ് വർക്കൗട്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്രയ്ക്കും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയും. സത്യത്തിൽ എനിക്ക് ചിരിയും വരുന്നുണ്ട്. കാരണം ഞാൻ 3 പുഷപ്സിൽ പൂർണ്ണമായിട്ടും ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 6 മിനിറ്റിനുള്ളിൽ ഞാൻ ഇത്രയും വർക്കൗട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഇത്രയും പുഷപ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ 3 ഫെയിലിയറാണ്. അപ്പോൾ എനിക്കൊരു 10 ഒരു 7 മാർക്ക് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് റെസ്റ്റിംഗ് ടൈമും കൂടുതലെടുക്കാം. നിങ്ങൾ ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനൊക്കെയുള്ള നല്ല വീഡിയോസോട്ട് ഞാൻ ഇനിയും വരും. അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.